വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് നൈട്രജൻ ഓർ അമീൻസ് ഈ ഒരു ചാപ്റ്ററിലെ MCQs ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മോസ്റ്റ് ബേസിക് അരോമാറ്റിക് അമീൻസ് കോമൺ നെയിം? ഓപ്ഷൻ എ ബെൻസീൻ അമീൻ, ഓപ്ഷൻ ബി ബെൻസൈൽ അമീൻ, ഓപ്ഷൻ സി അനിലിൻ, ഓപ്ഷൻ ഡി അമിനോ ബെൻസിൻ. അപ്പൊ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള അമീൻ എന്ന് പറയുന്നത് അനിലിൻ ആണ്. അതിന്റെ കെമിക്കൽ ഫോർമുല വരുന്നത് എങ്ങനെയാണ്? C6H5NH2. ആൻഡ് ഈ ഒരു അനിലിന്റെ IUPAC നെയിമിംഗ് വരുന്നത് ബെൻസീൻ അമീൻ എന്നാണ്. ഓക്കെ, ഓൾസോ ഇറ്റ് ഈസ് നോൺ ആസ് അമിനോ ബെൻസിൻ. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, അനിലിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the correct name for a molecule that has two amino groups in opposing or para locations around a benzene ring? Option A benzene diamine, option B benzene 1,4-diamine, option C p-aminoaniline, option D 4-amino-benzene amine. ഇവിടെ രണ്ട് അമിനോ ഗ്രൂപ്പിനും ഈക്വൽ വെയിറ്റേജ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ആൻഡ് പ്രൈമറി ആയിട്ടുള്ള കോംപ്ലക്സിന് നമ്മൾ പ്രിഫിക്സ് DA കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ പ്രിഫിക്സിന് നമ്മൾ 1,4 നമ്പറിങ്ങും കൊടുക്കുന്നുണ്ട്. ആ ഒരു 1,4 എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ബെൻസീൻ റിങ്ങിന്റെ പ്ലേസിൽ, അതായത് അമിനോ ഗ്രൂപ്പ് ഏത് പ്ലേസിലാണോ ബെൻസീൻ റിങ്ങിൽ പ്രസന്റ് ആയിട്ടുള്ളത് ആ ഒരു നമ്പറിംഗ് ആണ് 1,4 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ബെൻസീൻ 1,4-diamine. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when acetamide is converted to methylamine, what is the name of the reaction? Option A Friedel-Crafts reaction, option B Hofmann reaction, option C Hofmann-bromamide degradation reaction, option D Hinsberg reaction. നമ്മൾ അമൈഡിലേക്ക് ബ്രോമിൻ ആഡ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, ഈ അമൈഡ് എന്ന് പറയുന്നത് അക്വസ് അല്ലെങ്കിൽ എത്തനോളിക് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനിലുള്ള അമൈഡിലേക്ക് നമ്മൾ ബ്രോമിൻ ആഡ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ എന്താണ്? ഡീഗ്രഡേഷൻ ഓഫ് അമൈഡ് ആണ് അവിടെ ഹാപ്പൻ ചെയ്യുന്നത്. ആൻഡ് റിസൾട്ടിംഗ് ആയിട്ട് നമുക്ക് അവിടെ ഒരു പ്രൈമറി അമീൻ ക്രിയേറ്റ് ആവുന്നു. അപ്പൊ ഇത് ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, for which of the following is the Hinsberg approach used? Option A preparation of primary amines, option B separation of amine mixtures, option C preparation of tertiary amines, option D preparation of secondary amines. അപ്പോൾ ഹിൻസ്ബർഗ് റിയാക്ഷൻ നമ്മൾ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി അമീൻ ഡിറ്റക്ഷന്റെ ടെസ്റ്റിംഗ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ടെസ്റ്റ് ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിലുള്ള ആ ഒരു അമീനെ ഹിൻസ്ബർഗ് റിയേജന്റ് വെച്ചിട്ട് നല്ലോണം ഷെയ്ക്ക് ചെയ്യാണ് ഇൻ ദ പ്രസൻസ് ഓഫ് അക്വസ് ആൽക്കലി. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഇവിടെ വരുന്നത് ഓപ്ഷൻ ബി ആണ്, സെപ്പറേഷൻ ഓഫ് അമീൻ മിക്സ്ചേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is the IUPAC name of the chemical in which an ethyl group replaces one hydrogen of ammonia? Option A ethanamine, option B aminoethane, option C ethylamine, option D ethane amine. ഇവിടെ ഈത്തൈൽ അമീൻ അല്ലെങ്കിൽ അമിനോ ഈത്തൈൻ്റെ കെമിക്കൽ ഫോർമുല വരുന്നത് എങ്ങനെയാണ്? CH3CH2NH2. ഓക്കെ, അപ്പൊ ഈത്തൈൽ അമീൻ എന്നുള്ളത് അതിന്റെ കോമൺ ആയിട്ടുള്ള നെയിമാണ്. അമിനോ ഈത്തൈൻ എന്നുള്ളത് അതിന്റെ IUPAC സിസ്റ്റം അനുസരിച്ചിട്ടുള്ള നെയിമിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഈത്തൈൻ അമീൻ. ഓക്കെ, അതായത് അമോണിയയിൽ ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ട് ഈത്തൈൽ ഗ്രൂപ്പ് നമ്മൾ അവിടെ റീപ്ലേസ് ചെയ്താൽ നമ്മൾ അതിനെ ഈത്തൈൻ അമീൻ എന്നാണ് IUPAC നെയിമിംഗ് സിസ്റ്റം അനുസരിച്ചിട്ട് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബൈ റിയാക്ടിംഗ് വിത്ത് വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രൈമറി അമീൻസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഫ്രം സെക്കൻഡറി ആൻഡ് ടെർഷ്യറി അമീൻസ്? ഓപ്ഷൻ എ ക്ലോറോഫോം എലോൺ, ഓപ്ഷൻ ബി മീത്തൈൽ അയോഡൈഡ്, ഓപ്ഷൻ സി ക്ലോറോഫോം ആൻഡ് ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, ഓപ്ഷൻ ഡി സിൻഡസ്റ്റ്. സെക്കൻഡറി ആൻഡ് ടെർഷ്യറി അമീൻസ് ഒരിക്കലും ക്ലോറോഫോമും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും ആയിട്ട് റിയാക്ട് ചെയ്യില്ല. ഓക്കെ, പക്ഷെ പ്രൈമറി അമീൻസ് ഇത് രണ്ടുമായിട്ടും റിയാക്ട് ചെയ്യും. അപ്പൊ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ക്ലോറോഫോം ആൻഡ് ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യാം. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് കൺസേണിംഗ് methylamine is correct? Option A methylamine is stronger base than ammonia, option B methylamine is less basic than ammonia, option C methylamine is slightly acidic, option D methylamine forms salts with alkali. അപ്പോൾ പ്ലസ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കാരണം
ആൽക്കലൈ ഗ്രൂപ്പിന്റെ പ്രസൻസ് നൈട്രജൻ ആറ്റത്തിന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റിനെ എൻഹാൻസ് ചെയ്യുന്നു. ആസ് എ റിസൾട്ട് എന്താണ് സംഭവിക്കുന്നത്? ബേസിക് സ്ട്രെങ്ത് അല്ലെങ്കിൽ ബേസിക് നേച്ചർ അവിടെ ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. സോ കറക്റ്റ് ആൻസർ ഇവിടെ വരുന്നത് ഓപ്ഷൻ എ ആണ്. മീഥൈൽ അമീൻ ഈസ് സ്ട്രോങ്ങർ ബേസ് ദാൻ അമോണിയ. Next question, which of these substances has a lower melting point than amine? Option A alcohol, option B ether, option C carboxylic acid, option D phosphine. പ്രൈമറി അമീൻ ആയാലും സെക്കൻഡറി അമീൻ ആയാലും രണ്ടിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മെയിൻ ഫാക്ടറാണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ആസ് എ റിസൾട്ട് അമീൻസിന് ഗ്രേറ്റർ മെൽറ്റിംഗ് പോയിന്റും ആയിരിക്കും, ഗ്രേറ്റർ ബോയിലിംഗ് പോയിന്റും ആയിരിക്കും ആസ് കമ്പയർഡ് ടു ഫോസ്ഫീൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഫോസ്ഫീൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ സെക്കൻഡറി അമീൻ? ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കാരണം NH3 അമോണിയയുടെ 2 ഹൈഡ്രജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ഇവിടെ അമീൻ ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബാക്കി കേസ് നോക്കുകയാണെങ്കിൽ 3 ഹൈഡ്രജൻ ആറ്റത്തിനെയും റീപ്ലേസ് ചെയ്യുന്ന കേസാണ് ബാക്കി 3 ഓപ്ഷൻസിലും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ഹൈഡ്രജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് സെക്കൻഡറി അമീൻ ഫോം ചെയ്തിരിക്കുന്നത്. അതായത് ഒരു മീഥൈൽ ഗ്രൂപ്പ്, ഒരു ഈഥൈൽ ഗ്രൂപ്പും ഒരു ഹൈഡ്രജൻ ആറ്റവും ആണ് ഇവിടെ വരുന്നത്. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. Next question, which of the following reagents cannot be used to convert nitrobenzene to aniline? Okay, നമ്മൾ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ആൽഫാറ്റിക് നൈട്രോ കോമ്പൗണ്ട്സിനെ അമീൻസ് ആക്കിയിട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, പക്ഷേ അരോമാറ്റിക് ആയിട്ടുള്ള നൈട്രോ കോമ്പൗണ്ട്സ്, ഫോർ എക്സാമ്പിൾ നൈട്രോ ബെൻസിൻ്റെ ഒക്കെ കേസിൽ അത് ആസോ ബെൻസിൻ ആയിരിക്കും നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് തരുന്നത്, ആൻഡ് നോട്ട് പ്രൈമറി അമീൻസ് ഓർ അനിലിൻ. ഓക്കെ, അപ്പം ഇത് ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ഡ്രൈ ഈതർ നമുക്ക് ഒരിക്കലും ഒരു റിയേജന്റ് ആയിട്ട് ഈ ഒരു കൺവേർഷന് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമോണോളിസിസ് ഇസ് എ ടൈപ്പ് ഓഫ് ഡാഷ് റിയാക്ഷൻ. ഓപ്ഷൻ എ ഇലക്ട്രോഫിലിക് അഡീഷൻ, ഓപ്ഷൻ ബി ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ഓപ്ഷൻ സി ന്യൂക്ലിയോഫിലിക് അഡീഷൻ, ഓപ്ഷൻ ഡി ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ആൽക്കൈൽ ആൻഡ് ബെൻസൈൽ ഹാലൈഡ്സ് ആൽക്കഹോളിക് സൊല്യൂഷൻ ഓഫ് അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നടക്കുന്നത്. അതായത് ഹാലോജൻ ആറ്റത്തിനെ ഒരു അമിനോ ഗ്രൂപ്പ് വെച്ചിട്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ് ഓഫ് റിയാക്ഷൻ ആണ് അമോണോളിസിസ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഡി ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റെപ്സ് ഇസ് നോട്ട് പ്രസന്റ് ഇൻ ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ്? Option A treating thalamide with alcoholic potassium hydroxide, option B heating potassium thalamide with alkyl halide, option C alkaline hydrolysis of N-alkyl thalamide, option D heating thalic acid with sodium hydroxide. ഗബ്രിയൽ താലിമൈഡ് സിന്തസൈസിൽ ഇൻവോൾവ് ആയിട്ടുള്ള കെമിക്കൽ കോമ്പൗണ്ട്സ് ഇതൊക്കെയാണ്: താലിമൈഡ്, പൊട്ടാസ്യം താലിമൈഡ് ആൻഡ് N-alkyl thalamide. ഓക്കെ, സോ ഇതിൽ ഇൻക്ലൂഡഡ് ആവാത്തത് താലിക് ആസിഡ് ആണ്. സോ ഓപ്ഷൻ ഡി ഹീറ്റിംഗ് താലിക് ആസിഡ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് അമീൻസ് ഈസ് നോട്ട് എ ഗ്യാസ്? ഓപ്ഷൻ എ മീഥൈൽ അമീൻ, ഓപ്ഷൻ ഡി ഡൈമീഥൈൽ അമീൻ, ഓപ്ഷൻ സി ഈഥൈൽ അമീൻ, ഓപ്ഷൻ ഡി ട്രൈമീഥൈൽ അമീൻ. ഓക്കെ, അപ്പൊ ആൽഫാറ്റിക് അമീൻസിന്റെ ലോവർ മെമ്പേഴ്സ് ഗ്യാസ് ആയിട്ടാണ് ഓർഡിനറി ടെമ്പറേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഹയർ മെമ്പേഴ്സ്, ഫോർ എക്സാമ്പിൾ 3 അല്ലെങ്കിൽ മോർ ദാൻ 3 ഉള്ള കാർബൺ ആറ്റംസ് ഉള്ള ആ ഒരു മെമ്പേഴ്സ് ലിക്വിഡ് ആയിട്ട് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിലും ഹയർ ആയിട്ടുള്ള മെമ്പേഴ്സ് സോളിഡ് ആയിട്ടും എക്സിസ്റ്റ് ചെയ്യും. സോ ഇവിടെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗ്യാസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാത്ത അമീൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ട്രൈമീഥൈൽ അമീൻ. ബാക്കിയെല്ലാം ഗ്യാസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന അമീൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഓർഡർ ഓഫ് റിലേറ്റീവ്ലി ലോവർ ആലിഫാറ്റിക് അമീൻസ്? Option A fruity odor, option B fishy odor, option C rotten egg smell, option D odorless. മിക്ക അമീൻസിനും ഒരു അൺപ്ലസന്റ് സ്മെൽ ആയിരിക്കും ഉണ്ടാവുന്നത്. ആൻഡ് ലോവർ അമീൻസിന്റെ സ്മെൽ എന്ന് പറയുന്നത് ഒരു ഫിഷി ഓർഡർ, അമോണിയയുടെയൊക്കെ ഒരു സിമിലർ ആയിട്ടുള്ള സ്മെൽ ആയിരിക്കും വരുന്നത്. സോ ഓപ്ഷൻ ബി ഫിഷി ഓർഡർ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. Next question, which of the following is associated with decrease in pKb value of amines? Option A increase in acidic strength, option B increase in basic strength, option C better proton donation,
ഓപ്ഷൻ ഡി ബെറ്റർ ഇലക്ട്രോൺ അക്സെപ്റ്റർ. ഇപ്പൊ ബേസിക് സ്ട്രെങ്ത് ഓഫ് അമീനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് KB വെച്ചിട്ടാണ് മെയിൻലി. ഓക്കെ, KBയുടെ വാല്യൂ ഗ്രേറ്റർ ആണെങ്കിൽ ആ ഒരു ബേസ് സ്ട്രോങ്ങർ ആയിരിക്കും. അതാണ് നമ്മുടെ അസംഷൻ വരുന്നത്. ഇതിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് PKB ഈക്വൽ ടു മൈനസ് ലോഗ് KB. ഇവിടെ PKBയുടെ വാല്യൂ സ്മോളർ ആണെങ്കിൽ എന്താണ് അത് ഇംപ്ലൈ ചെയ്യുന്നത്? അമീന് മോർ ബേസിക് സ്ട്രെങ്ത് ആവുന്നതാണ് ഇംപ്ലൈ ചെയ്യുന്നത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഇൻക്രീസ് ഇൻ ബേസിക് സ്ട്രെങ്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി മോർ റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ഡസ് aniline have than anilinium ion? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 5. അപ്പൊ അനിലിന് ടോട്ടലി 5 റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, അതില് 3 എണ്ണത്തിന് പോസിറ്റീവ് ചാർജ് ആണ് നൈട്രജനിൽ ഉള്ളത്. ഇത് ആക്ച്വലി റിസൾട്ട് ചെയ്യുന്നത് അൺഅവൈലബിലിറ്റി ഓഫ് ഇലക്ട്രോൺ പെയർ ആണ് പ്രോട്ടോണേഷന് വേണ്ടിയിട്ട്. ഇനി അനിലിൻ ഒരു പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് അവിടെ അനിലീനിയം അയോൺ ഫോർമേഷൻ ആണ് നടക്കുന്നത്. ഈ അനിലീനിയം അയോണിന് 2 റെസൊനേറ്റിംഗ് സ്ട്രക്ചർ ആണുള്ളത് ആൻഡ് ദേ ആർ ലെസ് സ്റ്റേബിൾ ആൻഡ് മോർ ബേസിക് ദാൻ അനിലിൻ. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 3 ആണ്. ഓക്കെ, അനിലീനിയം അയോണിനെക്കാളും അനിലിന് 3 റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ആണ് എക്സ്ട്രാ വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. Next question, during the acylation of an aliphatic primary amine, which of the following is replaced by an acyl group? Option A, NH2 group. Option B, 1 hydrogen atom of NH2. Option C, both hydrogen atoms of NH2. Option D, alkyl group of amine. Aliphatic and aromatic primary and secondary amines acid chlorides, anhydrates and esters ആയിട്ട് റിയാക്ട് ചെയ്യുന്നത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ വെച്ചിട്ടാണ്. ഓക്കെ, അവിടെ NH2 അല്ലെങ്കിൽ NH ഗ്രൂപ്പിന്റെ ഹൈഡ്രജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്യുന്നത് അസൈൽ ഗ്രൂപ്പ് ആണ്. സോ കറക്റ്റ് ആൻസർ ഇവിടെ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1 ഹൈഡ്രജൻ ആറ്റം ഓഫ് NH2. Next question, which gas is produced when ethanamine reacts with nitrous acid? Option A, N2, option B, H2, option C, HCl, option D, O2. ഇവിടെ നൈട്രജൻ ഗ്യാസ് ആണ് ഇവോൾവ് ആവുന്നത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ്ഡ് ആവുന്നത് ഡ്യൂ ടു ഡീകമ്പോസിഷൻ ഓഫ് ഡയസോണിയം സോൾട്സ് വിച്ച് ആർ ഫോംഡ് ഫ്രം റിയാക്ഷൻ ഓഫ് പ്രൈമറി അലിഫാക്റ്റിക് അമീൻസ് വിത്ത് HNO2. ഓക്കെ, അപ്പൊ ഈ ഒരു റിയാക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ അമിനോ ആസിഡ്സിന്റെയും പ്രോട്ടീൻസിന്റെ ഒക്കെ എസ്റ്റിമേഷൻ ചെയ്യുന്നത്. സോ കറക്റ്റ് ആൻസർ ഇവിടെ ഓപ്ഷൻ എ ആണ്, N2 ഓർ നൈട്രജൻ ഗ്യാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the major product formed when aniline reacts with bromine water at room temperature? Option A, 2-bromoaniline. Option B, 4-bromoaniline. Option C, 2,6-dibromoaniline. Option D, 2,4,6-tribromoaniline. അമിനോ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഹൈലി ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ BR ഗ്രൂപ്പിനെ അമിനോ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായത് പാരാ ആൻഡ് ഓർത്തോ പൊസിഷനിലുള്ള BR ഗ്രൂപ്പിനെ, ബ്രോമിൻ ഗ്രൂപ്പിനെ അമിനോ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്കൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഓഫ് ട്രൈബ്രോമോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അനിലിൻ ആണ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ പൊസിഷൻസ് വരുന്നത് 2,4,6-ലാണ് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്താണ്? മേജർ പ്രോഡക്റ്റ് നമുക്ക് ഫോം ചെയ്യുന്നത് ഓപ്ഷൻ ഡി ആണ്, 2,4,6-tribromoaniline. Next question, what is the most suitable temperature for the diazotization reaction to take place? Option A, 0 degrees Celsius. Option B, 10 degrees Celsius. Option C, 22 degrees Celsius. Option D, 30 degrees Celsius. ബെൻസീൻ ഡയസോണിയം സോൾട്സ് ആണ് നമ്മൾ ഡയസറ്റൈസേഷൻ റിയാക്ഷൻ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അനിലിൻ പ്ലസ് നൈട്രസ് ആസിഡിന്റെ റിയാക്ഷൻ ആണ് ഈ ഒരു ഡയസറ്റൈസേഷനിൽ നടക്കുന്നത്. ലോ ടെമ്പറേച്ചർ, അതായത് 273 to 278 കെൽവിനിലായിരിക്കും ഈ ഒരു പ്രോസസ് അല്ലെങ്കിൽ റിയാക്ഷൻ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആ ഒരു ടെമ്പറേച്ചർ 278 ക്രോസ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഫീനോൾ ആയിരിക്കും. ഓക്കെ, സോ നമുക്കിവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 0 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 273 കെൽവിൻ. Next question, why is the reason for the stability of aromatic diazonium salts? Option A, dispersal of negative charge over the benzene ring. Option B, dispersal of positive charge over benzene ring. Option C,
bond between diazonium group and anion. Option D, high electronegativity of anion compared to nitrogen atom. For stability of benzene diazonium salt in a reason എന്താണ്? അതിൻ്റെ resonance structures ആണ്. 3 resonance structuresൽ പോസിറ്റീവ് ചാർജ് ബെൻസീൻ റിങ്ങിൽ നിന്ന് ഡിസ്പേഴ്സ്ഡ് ഓവർ ആവുന്നുണ്ട് at ortho and para position. So ഇവിടെ correct answer option B ആണ്, dispersal of positive charge over benzene ring. Next question, which of the following can be produced by Gattermann reaction of diazonium salts? Option A, bromobenzene. Option B, fluorobenzene. Option C, nitrobenzene. Option D, cyanobenzene. Gattermann reaction എന്ന് പറയുന്നത് സാൻമിയർ റിയാക്ഷൻ്റെ ഒരു മോഡിഫിക്കേഷൻ നടത്തിയിട്ടുള്ള റിയാക്ഷൻ ആണ്. ഈ നമ്മൾ ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിനെ ബെൻസീൻ റിങ്ങിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു റിയാക്ഷൻ മെയിൻലി യൂസ് ചെയ്യുന്നത്. By treating diazonium salt in aqueous with corresponding halogen acid in the presence of copper powder. Okay, so ഇവിടെ correct answer വരുന്നത് option A ആണ്, bromobenzene. Next question, aryl fluoride can be obtained directly by heating which arene diazonium salt? Option A, benzene diazonium fluoride. Option B, benzene diazonium chloride. Option C, benzene diazonium hydrogen sulfate. Option D, benzene diazonium fluoroborate. Arene diazonium fluoroborate obtain ചെയ്യുന്നത് ഒരു precipitate ആയിട്ടാണ്. അത് നമ്മൾ arene diazonium chlorideനെ HbF4 വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത്. ഓക്കെ, ഈ ഒരു സോൾട്ടിനെ നമ്മൾ ഹീറ്റ് ചെയ്താൽ അത് അരൈൽ ഫ്ലൂറൈഡ് ആയിട്ട് ഡീകമ്പോസ്ഡ് ആവും. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബെൻസീൻ ഡയസോണിയം ഫ്ലൂറോബോറേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കപ്ലിംഗ് റിയാക്ഷൻ ഇസ് എ ടൈപ്പ് ഓഫ് ഡാഷ് റിയാക്ഷൻ. ഓപ്ഷൻ എ, ഇലക്ട്രോഫിലിക് അഡീഷൻ. ഓപ്ഷൻ ബി, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓപ്ഷൻ സി, ന്യൂക്ലിയോഫിലിക് അഡീഷൻ. ഓപ്ഷൻ ഡി, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ കപ്ലിംഗ് റിയാക്ഷന്റെ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? പോസിറ്റീവ് ചാർജ് ഉള്ള ഡയസോണിയം കാറ്റയോൺ നൈട്രജൻ ടെർമിനലിൽ ഒരു ഇലക്ട്രോഫൈൽ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഇലക്ട്രോൺ റിച്ച് കോമ്പൗണ്ട്സ് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഒരു ന്യൂക്ലിയോഫൈൽ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇവിടെ നടക്കുന്നത്. Next question, diazonium salts are used in which of the following industries? Option A, pharmaceutical. Option B, dye. Option C, photography. Option D, food. Diazonium salt ന്റെ ആ ഒരു കപ്ലിംഗ് റിയാക്ഷൻ ആസോ കോമ്പൗണ്ട്സിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന് കളേർഡ് ആയിട്ടുള്ള ഒരു നേച്ചറാണ് ഈ ഒരു ആസോ കോമ്പൗണ്ട്സിനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളത് ഡൈ മാനുഫാക്ചറിങ്ങിന്റെ കേസിലൊക്കെയാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി, ഡൈ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അമീൻസ് ചാപ്റ്ററിലെ MCQs. താങ്ക് യു.